മാളിയേക്കൽ തറവാടിന്റെ ഹാളിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ലീനയും അബിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രണ്ടുപേരുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ലീന ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല മാത്യു, എൽസ എവിടെ? അവളെ ഇന്നങ്ങനെ കണ്ടതേയില്ലല്ലോ. എല്ലാവരും ഉണ്ടായിട്ടും എൽസയെ കാണാത്തത് കൊണ്ട് വല്യമ്മച്ചി ചോദിച്ചു. അമ്മച്ചി, അവൾക്ക് ചെറിയ തലവേദന, കിടക്കുകയാ. മാത്യു ചായ റോസമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, എന്നാ പറ്റിയടാ? നീ എന്നാ പറയാഞ്ഞേ? അതിനുവേണ്ടി ഒന്നുമില്ല അമ്മച്ചി, മൈഗ്രെയിന്റെ റെസ്റ്റ് എടുക്കുമ്പോ മാറും. അതിന് വല്യമ്മച്ചി ഒന്ന് മൂളിയതേ ഉള്ളൂ. എന്റെ പിള്ളേരെ, നിങ്ങൾ അവിടെ എങ്ങനെ ഒന്ന് ഇരിക്കും. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നുവെന്ന് വെച്ച് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? അവര് വരുന്നത് വരെ കാത്തിരിക്കാം. അല്ലെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്കേ ബി, എന്തായെന്ന് അറിയാലോ. അവരുടെ ടെൻഷൻ കണ്ട് മിക്കിയപ്പോ പറഞ്ഞു. അപ്പൊ തന്നെ എബി ഫോൺ എടുത്ത് അലക്സിന്റെ നമ്പർ ഡയൽ ചെയ്തു. ബാൽക്കണിയിലെ ചുവരിച്ചാരി കണ്ണടച്ചിരിക്കുകയായിരുന്നു അലക്സ്. അവന്റെ നെഞ്ചോട് ചേർത്ത് അമ്മൂനെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവന്റെ നെഞ്ചിലെ ചൂടും പറ്റി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റി ചേർന്ന് കിടക്കുകയായിരുന്നു. ഫോൺ റിംഗ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് അലക്സ് കണ്ണു തുറന്നത്. അവൻ ഫോൺ എടുത്തു നോക്കി. എബി കോള്. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ, എവിടെയാടാ പുല്ലേ നീ? വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താടാ വിളിക്കാന്? മനുഷ്യ ഇവിടെ ടെൻഷൻ അടിച്ച് ചാവാറായി. എന്തായടാ അവിടെ? അമ്മ സമ്മതിച്ചു? ഫോൺ എടുത്ത ഉടനെ എബി അലക്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എന്റെ അളിയാ, ഒന്ന് നിർത്തി നിർത്തി ചോദിക്ക്. പറയടാ പുല്ലേ, എന്താ എവിടെ? അമ്മു എന്തു പറഞ്ഞു? ദേ, ഇവിടെ എല്ലാവരും വിവരം അറിയാൻ കാത്തിരിക്കുക. എബി ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു. അത് കേട്ടതും അലക്സിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. കോപ്പെ, മിണ്ടാതെ നിൽക്കാ, പറയട പട്ടി. അമ്മ അവിടെ എന്നെ എടുക്കുക? ഓ, ഇങ്ങനെ തെറി പറയാതെടാ നാറി. നിങ്ങളുടെ അമ്മ ദേ എന്റെ നെഞ്ച് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അവൾ സമ്മതിച്ചോ? അവനൊരു ചിരിയോടെ പറഞ്ഞതും എബി അത്ഭുതത്തോടെ ചോദിച്ചു. എന്നെ സമ്മതിക്കാതെ? അമ്മ അലക്സിന്റെ പെണ്ണാടാ. അത് കർത്താവ് എന്നോ തീരുമാനിച്ചതാ. അതിനിടെ ചില പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. ഇപ്പതേ എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ച് എന്റെ പെണ്ണ് എന്റെ സ്വന്തമാകാൻ പോകുന്നു. അലക്സ് ചിരിയോടെ പറയുന്ന കേട്ട് എബിയുടെ ചുണ്ടുകളിലും പുഞ്ചിരി വിടർന്നു. അവന്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരിയിലൂടെ തന്നെ അവിടെ ഇരുന്നവർക്കെല്ലാം ഏകദേശം കാര്യം മനസ്സിലായി. നീ പപ്പയോട് പറ, പള്ളിയിൽ പോയി കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തോളാൻ. അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ എപ്പോഴാ വരുന്നേ? ഒരു 2 hours എത്തും. ഓക്കേടാ, അപ്പൊ വന്നിട്ട് കാണാം. അതും പറഞ്ഞ് എബി ഫോൺ വെച്ചു. എന്താ ഈച്ചായ, അമ്മ സമ്മതിച്ചോ? അവൻ ഫോൺ വെച്ചതും ലീന അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. എപ്പോഴേ സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാനാ അവൻ പറഞ്ഞു. അങ്കിളിനോട് പള്ളിയിൽ പോയി കാര്യങ്ങൾ ശരിയാക്കാൻ പറഞ്ഞു. എബി മാത്യുജനോടായി പറഞ്ഞു. ആണോ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ പോയേക്കാം. നീ റെഡിയായിട്ട് വാടാമിക്കി. അതും പറഞ്ഞുകൊണ്ട് അയാൾ മുറിയിലേക്ക് പോയി. തൊട്ടു പിന്നാലെ മിക്കിയപ്പയും റോസിയമ്മയും പോയി. ഇച്ചായ, ഈ സന്തോഷത്തിന് നമുക്ക് ഈവനിങ് ഒരു പാർട്ടി നടത്തിയാലോ? അത് പിന്നെ പറയാനുണ്ടോ? എപ്പൊ നടത്തിയെന്ന് ചോദിച്ചാ പോലെ. അവര് വരുമ്പോ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. നീ വാ. അതും പറഞ്ഞുകൊണ്ട് എബി ലീനയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അമ്മമ്മോളുടെ സ്വഭാവം വെച്ച് ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വല്യപ്പച്ചൻ പറഞ്ഞതും വല്യമ്മച്ചി അയാളെ ഒന്ന് നോക്കി. അവളെ കൊണ്ട് പോയതേ അലക്സ, മാളേക്ക് തോമസ് വർഗീസിന്റെ കൊച്ചുമൻ. നിങ്ങളുടെ സ്വഭാവം കുറച്ചെങ്കിലും അവന് കിട്ടാതിരിക്കോ? വല്യമ്മച്ചി വല്യപ്പച്ചനോട് പറഞ്ഞതും അയാൾ ഒരു ചിരിയോടെ സെറ്റിയിലേക്ക് ചാരിയിരുന്ന് കണ്ണുകളടച്ചു. മാത്യു ചായ റൂമിലേക്ക് ചെല്ലുമ്പോൾ എൽസമ്മ കിടക്കുകയായിരുന്നു. അയാളെ കണ്ടതും അവർ എഴുന്നേറ്റു. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. തിരിച്ചിറങ്ങിയപ്പോഴും അവർ അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അമ്മമ്മോള് കല്യാണത്തിന് സമ്മതിച്ചു. ഞങ്ങൾ പള്ളിയിൽ പോയി കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പോവാണ്. ഇനി ഇതിനിടയിൽ എന്നതിലും പ്രശ്നം ഉണ്ടാക്കാൻ കൊന്നുകളയും രണ്ടിനെ. നിന്റെ മറ്റവളോട് കൂടി പറഞ്ഞേക്ക്. അയാൾ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോഴും എൽസമ്മ കേട്ട വാർത്തയുടെ ഷോക്കിലായിരുന്നു. അമ്മൂസേ, എണീക്കടാ. അമ്മു. തന്റെ നെഞ്ചി കിടന്നുറങ്ങുന്ന അമ്മൂനെ കവിളി തട്ടി എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ് അലക്സ്. കുറച്ചു നേരം കൂടി ഇച്ചായ പ്ലീസ്, അവൾ കുറുകിക്കൊണ്ട് പറയുന്ന കേട്ട് അവന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഡാ മോളെ, സമയം ഒരുപാടായി. എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയോ? അവളുടെ നെറ്റിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ താൻ ലയിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. നോക്കി ദഹിപ്പിക്കാതെ പെണ്ണെ, നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാ. അവനൊരു കുസൃതിച്ചിരിയോടെ പറഞ്ഞതും അവൾ അവന്റെ കയ്യിലൊന്ന് പിച്ചി. ആ, എന്നതാണ് പെണ്ണെ, നീ എന്റെ കൈ മാന്തി പൊളിച്ചോ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ ഒരു വളിച്ച ചിരി ചിരിച്ചു. അത് കണ്ട് അവന്റെ മുഖത്തും പുഞ്ചിരി വിടർന്നു. വാ പോവാ, അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് നടന്നു. തൊട്ടു പിറകെ അവളും പോയി. ഡേ, അത് അവിടെയല്ല, ഇങ്ങോട്ട് മാറ്റി വെക്കേ. അല്ല, ഇവിടെ തന്നെയാ വെക്കേണ്ടത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ? പിന്നെ ഭയങ്കര ഭംഗി തന്നെ. അങ്ങോട്ട് മാറ്റി വെക്കടി. ഇല്ല, ഞാൻ ഇവിടെ വെക്കും. ഇച്ചാൻ വേണം വേറെ കൊണ്ടുവയ്ക്കും. ഓ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞാ കേൾക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. എന്നതാന്ന് വെച്ചാ ചെയ്യും.
പാർട്ടിക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് നടത്തുവാണ് എബിയും ലീനയും കൂടി. ഡെക്കറേഷൻ നടത്തിയപ്പോൾ സ്റ്റെപ്സിലായിട്ട് റോസ് പെറ്റൽസ് വിടർത്തിയിടാൻ പറഞ്ഞതാണ് എബി. എന്നാൽ അത് കേൾക്കാതെ ഫ്രണ്ട് ഡോറിന് മുന്നിൽ നിന്നും അകത്തേക്ക് വിടർത്തിയിടുകയായിരുന്നു അവൾ. അതിന്റെ വഴക്കായിരുന്നു രണ്ടുപേരും തമ്മിൽ. എന്തായി പിള്ളേരെ, എല്ലാം കഴിഞ്ഞു? അങ്ങോട്ട് വന്ന വല്യപ്പച്ചൻ അവരോടായി ചോദിച്ചു. കഴിയാറായി വല്യപ്പച്ച, മറുപടിയായി ലീന വിളിച്ചു പറഞ്ഞു. മാത്യുവും മിക്കും വരാറായില്ലേ റോസി? വല്യമ്മച്ചി റോസിയമ്മയോട് ചോദിച്ചു. വരാറാവുന്നതേ ഉള്ളൂ അമ്മച്ചി, റോസിയമ്മ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അല്ലെ, എൽസമ്മ എവിടെ? ഇതുവരെ അവളുടെ തലവേദന മാറിയില്ലേ? ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പോലും വന്നില്ലല്ലോ അവൾ. അവർ എൽസമ്മയുടെ മുറിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി ഉറങ്ങോ അമ്മച്ചി, ഞാൻ കുറച്ചു മുന്നേ നോക്കിയായിരുന്നു. റോസിയമ്മ അതിന് മറുപടി കൊടുത്തു. എന്നാൽ അവിടെ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് എൽസമ്മ മുറിയിൽ അസ്വസ്ഥതയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടാണ് ലീന ജനലിലൂടെ പുറത്തേക്ക് നോക്കിയത്. ദേ അവരെത്തി. കാറിൽ നിന്ന് ഇറങ്ങുന്ന അലക്സിനെ അമ്മൂനെയും കണ്ട് ലീന വിളിച്ചു പറഞ്ഞു. കോളിംഗ് ബെല്ല് അമർത്തിയിട്ടും വാതിൽ തുറക്കാത്തത് കണ്ട് അലക്സ് ഡോർ ഹാൻഡിൽ പിടിച്ച് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. പെട്ടെന്ന് എബിയും ലീന സൈഡിൽ നിന്നുകൊണ്ട് പാർട്ടി പോപ്പർ പൊട്ടിച്ചു. സൗണ്ട് കേട്ടതും പെട്ടെന്ന് അമ്മു അലക്സിന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് എൽസമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരിക്കലും അമ്മു അലക്സിന്റെ പെണ്ണായി വരുന്നത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ അവർ വന്നതും അമ്മുവിനെ ദേഷ്യത്തോടെ നോക്കിയതുമെല്ലാം റോസിയമ്മ കാണുന്നുണ്ടായിരുന്നു. കർത്താവേ, എൽസേച്ചി എന്നതേലും പ്രശ്നം ഉണ്ടാക്കിയാൽ അലക്സും മാത്യുച്ചേനും അടങ്ങിയിരിക്കില്ല. ഒരു പ്രശ്നവുമില്ലാതെ ഈ കല്യാണം നടക്കണേ മാതാവേ. അവർ കഴുത്തിൽ കിടന്ന കുരിശിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. ആരുടെയൊക്കെ ചുമ കേട്ടാണ് അമ്മു കണ്ണുകൾ തുറന്നു നോക്കിയത്. അപ്പോഴാണ് താൻ ഇപ്പോഴും അലക്സിന്റെ നെഞ്ചോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് അവൾ മനസ്സിലായത്. എല്ലാരും നോക്കുന്ന കണ്ട് അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്നും അടർന്നു മാറാൻ നോക്കി. എന്നാൽ അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ആരുടെ മുന്നിൽ വെച്ചും നിന്നെ മാറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലമ്മോ. നീ എന്നും എന്റെ നെഞ്ചോരം ചേർന്ന് തന്നെ ഉണ്ടാകണം, മനസ്സിലായോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവരെ നോക്കി നിന്ന മറ്റുള്ളവരുടെ മുഖത്തും പുഞ്ചിരി വിടർന്നു. ഇച്ചായ, ലീന അലക്സിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവനെ വിളിച്ചതും അവൻ മറു കൈകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളെ ചുംബിച്ചു. ഒത്തിരി സന്തോഷമായി ഇച്ചായ, എന്നും നിങ്ങളുടെ മുഖത്ത് ഈ ചിരി ഉണ്ടായിരുന്നാ മതി എനിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൾ അമ്മൂനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. കൺഗ്രാറ്റ്സ് അളിയ, വെൽക്കം ടു ദ ന്യൂ ലൈഫ്. എബി വന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഡാ. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അലക്സ് മറുപടി കൊടുത്തു. എല്ലാവരും അവരെ വന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും പള്ളിയിലേക്ക് പോയ മാത്യുച്ചാനും മിക്കച്ചാനും തിരികെ വന്നു. പോയ കാര്യം എന്നാ ആയടാ? അവർ വന്ന് കയറിയതും വല്യപ്പച്ചൻ ചോദിച്ചു. എല്ലാം ഓക്കെയാണ് അപ്പച്ച, ഞായറാഴ്ച മിന്നുകെട്ട് നടത്താമെന്ന് ഫാദർ പറഞ്ഞു. ഞായറാഴ്ചയോ? അത് ഒരുപാട് നേരത്തെ ആയാലോ. ഇനി വെറും ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പൊ മനസ്സമ്മതം എപ്പോ നടത്തും? മാത്യുച്ചായൻ പറയുന്ന കേട്ട് വല്യമ്മച്ചി ചോദിച്ചു. മനസ്സമ്മതം ഒന്നും വേണ്ട അമ്മച്ചി, അല്ലേ തന്നെ ഇനി എന്നാത്തിനാ അതൊക്കെ? അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. പിന്നെ എന്നാത്തിനാ ഓരോ ചടങ്ങുകൾ? നേരെ കല്യാണം നടത്തി പിള്ളേരെ അവരുടെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത്, അല്ലേടാ എബി? അതാണ് അങ്കിളിന് കാര്യങ്ങൾ അറിയാം. അപ്പോൾ എല്ലാം തീരുമാനിച്ച പോലെ വരുന്ന ഞായറാഴ്ച മാളിയൊക്കെ അലക്സ് മാത്യുവിന്റെ അനാമയുടെയും മിന്നുകെട്ട്. മിക്കിയപ്പ എല്ലാവരോടുമായി പറഞ്ഞതും അലക്സ് അമ്മുവിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് അവളെ നോക്കി. അവന്റെ നോട്ടം കണ്ടതും അവൾ മുഖം കുനിച്ചു നിന്നു. ഇച്ചായ, എല്ലാവരും ഓരോ പണിയിലേക്ക് തിരിഞ്ഞതും അമ്മു അലക്സിന്റെ അടുത്തേന്ന് വിളിച്ചു. എന്നാടാ? അത് ആന്റിയെ കണ്ടില്ലല്ലോ, എവിടെ പോയി? അപ്പോഴാണ് അലക്സും മമ്മ അവിടെ ഇല്ല എന്നറിയുന്നത്. അവൻ റോസിയമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. റോസിയമ്മേ, മമ്മ എവിടെ? ആ മോനെ, ചേച്ചി റൂമിലുണ്ട്, ചെറിയൊരു തലവേന, കിടക്കുവാണ്. അവന്റെ ചോദ്യം കേട്ട് അവർ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ അവർ അവനോടായി പറഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൻ എൽസമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നാലെ തന്നെ അമ്മുവും ചെന്നു. റൂമിൽ എൽസമ്മ അലക്സിനെ അമ്മുവിനെ തന്നെ ആലോചിച്ച് കിടക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. അമ്മുവിനോട് തനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷെ എന്റെ കുഞ്ഞൊരു പെണ്ണായി അവൾ വേണ്ട. അതിന് എന്ത് യോഗ്യത അവൾക്കുണ്ട്? അവളെക്കാൾ സുന്ദരിയല്ലേ നാൻസി? അതുപോലെ തന്നെ സമ്പത്തും ഇല്ലേ? പിന്നെ എന്നാത്തിനാ അവൻ ഇവളെ തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നേ? ഇല്ല, എന്ത് വന്നാലും ഞാൻ ഇത് നടത്തില്ല. ഇനി മാത്യുച്ചൻ എന്നെ കൊന്നാലും ശരി, എനിക്ക് എന്റെ കുഞ്ഞുവിന്റെ ഭാവിയാണ് വലുത്, അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റതും മുന്നിൽ നിൽക്കുന്ന അലക്സിനെയാണ് കണ്ടത്. പെട്ടെന്നൊന്ന് പതറിയെങ്കിലും അവർ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നതാ മമ്മ, എന്നെ പറ്റി? തലവേദനയാണെന്ന് റോസിയമ്മ പറഞ്ഞു. അവൻ അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് നെറ്റിയെ തൊട്ടു നോക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് അവർ അലക്സിന്റെ പിന്നിലായി നിന്ന അമ്മുവിനെ കണ്ടത്. അവനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം അമ്മുവിനെ കണ്ടതോടെ പോയി. വിടർന്നിരുന്ന അവരുടെ മുഖം തന്നെ കണ്ടതോടെ മങ്ങിയത് അമ്മു ശ്രദ്ധിച്ചിരുന്നു. മമ്മ, അലക്സിന്റെ വിളി കേട്ടാണ് എൽസമ്മ അമ്മുവിന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയത്. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട് മമ്മ? കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട മോനെ, ഇപ്പൊ കുറവുണ്ട്. നീ തന്ന മരുന്ന് ഞാൻ കഴിച്ചു.
അവന്റെ ആകുലതയോടെയുള്ള ചോദ്യം കേട്ട് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ മമ്മ കിടന്നു, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ അമ്മൂനെ പിടിച്ച് അവരുടെ അടുത്തിരുത്തി. അത് വേണ്ട മോനെ, ഞാൻ കുറച്ചുനേരം ഒറ്റയ്ക്ക് കിടന്നോട്ടെ, നിങ്ങൾ ചെല്ല്, അവരൊക്കെ അവിടെ നിങ്ങളെ കാത്തിരിക്കുവാണ്. അമ്മു അടുത്തേക്ക് ഇരുന്നതും അവർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. എന്നാൽ അത് പുറത്തു കാണിക്കാതെ അവർ പറഞ്ഞു, ആണോ മമ്മ, എന്നാ കുറച്ചുനേരം കിടന്നോ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവരെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി. ശേഷം ബ്ലാങ്കറ്റ് എടുത്ത് മൂടിക്കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ അമ്മു. ആ സമയങ്ങളിലൊന്നും അവർ തന്നോടൊന്നും സംസാരിച്ചില്ല എന്ന് അമ്മു ശ്രദ്ധിച്ചു. ഓരോ ദിവസം സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നാൻസിയുടെ വീട്ടുകാർ വന്ന് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും അലക്സ് അതിന് തക്ക മറുപടി കൊടുത്തതും അവർ കണ്ടം വഴി ഓടി. നാളെയാണ് കല്യാണം. എല്ലാവരും അതിന്റെ ഒരുക്കത്തിലാണ്. ആളും ആരവവും കൊണ്ട് മാളിയൊക്കെ തറവാട് നിറഞ്ഞു. പുതുതലമുറയിലെ ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് തന്നെ ഗംഭീരമായി നടത്തണമെന്ന് തൊമ്മിച്ചന് നിർബന്ധമായിരുന്നു. അലക്സിനും അമ്മൂനും ചെറിയ രീതിയിൽ നടത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും എല്ലാം വല്യപ്പച്ചന്റെ ഇഷ്ടത്തിന് അവർ വിട്ടുകൊടുത്തു. ഒരു ചുവപ്പ് ലഹങ്കയിൽ അമ്മു അതീവ സുന്ദരിയായിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന അമ്മുവിലായിരുന്നു അലക്സിന്റെ കണ്ണുകൾ. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ലീനയോട് എന്തോ പറഞ്ഞ് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് അവൾ തന്നെ നോക്കി നിൽക്കുന്ന അലക്സിനെ കണ്ടത്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവളും അവനെ തന്നെ നോക്കി നിന്നു. ഫുൾ സ്ലീവ് റെഡ് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം. മുടി ജെല്ല് തേച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു. മീശയും താടിയും ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ച കൊണ്ട് അവന്റെ സൗന്ദര്യം ഇരട്ടിച്ചു എന്നവൾ ഓർത്തു. ലീന തട്ടി വിളിച്ചപ്പോഴാണ് താൻ ഇത്രയും നേരം അലക്സിനെ തന്നെ നോക്കുമായിരുന്നുവെന്ന് മനസ്സിലായത്. അവൾ ലീനയെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. അയ്യടാ, സ്വന്തം പ്രോപ്പർട്ടി തന്നെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാതെ. നിന്റെ നോട്ടം കണ്ട് എന്റെ ഇച്ഛായൻ ദഹിച്ചു പോവും. ഓ പിന്നെ, നീ ആ എബിച്ചായനെ നോക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ? പാവത്തിന്റെ ചോര വരെ നീ ഊറ്റി കുടിക്കുവല്ലേ? അവൾ പറഞ്ഞതിന് മറുപടിയായി അമ്മു പറഞ്ഞു. ശേ, നീ കാണാറുണ്ടല്ലേ? അവളുടെ മറുപടി കേട്ട് ഒന്ന് ചമ്മിയെങ്കിലും ലീന ഒരു വളിച്ച ചിരിയോടെ ചോദിച്ചു. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നുണ്ട്. കർത്താവേ, എന്റെ മാനം. അമ്മ പറഞ്ഞു കഴിഞ്ഞതും അവൾ നെഞ്ചി കൈവച്ച് വിളിച്ചുപോയി. അവളുടെ അവസ്ഥ കണ്ട് അമ്മുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അവളുടെ ചിരി കണ്ട് ലീന അവളെ കൂർപ്പിച്ചു നോക്കിയതും അവൾ ചിരി കടിച്ചു പിടിച്ചു നിന്നു. എന്നാൽ ലീനയുടെ മുഖഭാവം കണ്ട് അമ്മു ചിരിക്കാൻ തുടങ്ങിയതും ലീനയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ലീനയെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ മുൻപിലേക്ക് നോക്കിയതും അലക്സ് അവളെ നോക്കി പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അവൾ ഒന്നുമില്ല എന്ന് തലകുലുക്കി കാണിച്ചു. അവൻ അവളെ നോക്കി പതിയെ കണ്ണിറുക്കി ചുണ്ടു കുറിപ്പിച്ച് ഉമ്മ കൊടുത്തു. അത് കണ്ടതും അവൾ ചുറ്റിനും ആരെങ്കിലും കണ്ടു എന്ന് നോക്കി. എന്നാൽ ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഉഫ്! അത് കണ്ടതും അവൻ നെഞ്ചി കൈവച്ച് കണ്ണുകൾ അടച്ചു കാണിച്ചു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ലീനയുടെ കൂടെ പോയി. എന്നതാണ് അളിയ ഒരു ബാബാഭിനയങ്ങൾ? അമ്മ പോകുന്നത് നോക്കി നിന്ന അലക്സിന്റെ അടുത്തേക്ക് എബി ഒരു കള്ളച്ചിരിയോടെ വന്നുകൊണ്ട് ചോദിച്ചു. പോടാ! അവന്റെ ചോദ്യം കേട്ട് അലക്സ് അവനെ ഒന്ന് പുച്ഛിച്ചു. ഇന്നും കൂടി അല്ലേ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കേണ്ടതുള്ളൂ? നാളെ തൊട്ട് അവൻ നിന്റെ സ്വന്തം അല്ലേ? അപ്പൊ അളിയൻ വാ, അവിടെ ആളുകളൊക്കെ അന്വേഷിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ അലക്സിനെ പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നാൻസി അവരുടെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ പക എരിയുന്നുണ്ടായിരുന്നു. അവൾ ദേഷ്യത്തോടെ എൽസമ്മയുടെ അടുത്തേക്ക് പോയി. നാൻസി വന്നത് അലക്സിന് ലീനയ്ക്കൊന്നും ഇഷ്ടമായില്ലെങ്കിൽ പോലും എൽസമ്മ വിളിച്ചിട്ടായതുകൊണ്ട് അവർ ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. റോസിയമ്മയോട് സംസാരിച്ചു നിന്നപ്പോഴാണ് ഫോണിൽ മാളുവിന്റെ കോൾ വന്നത്. ഹലോ ഹലോ. സൗണ്ട് കാരണം ഒന്നും കേൾക്കാത്തതുകൊണ്ട് അവൾ മുകളിലത്തെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ നിന്നും മാളുവിനോട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും അവൾ മാളുവിനോട് പറഞ്ഞിരുന്നു. സംസാരിച്ചു കഴിഞ്ഞ് അവൾ ഫോൺ വെച്ച് തിരിഞ്ഞപ്പോഴാണ് പിറകിലായി നിൽക്കുന്ന എൽസമ്മയും നാൻസിയെ അവൾ കാണുന്നത്. എന്തോ ഒരു ഭയം അവളെ മൂടിയെങ്കിലും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ എൽസമ്മ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അടിച്ചു. എന്ത് യോഗ്യത ഉണ്ടായിട്ടാടി നീ എന്റെ മോനെ കെട്ടാൻ നടക്കുന്നേ? കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന നിന്നെ പോലെ ഉള്ളവളുമാരൊന്നും അല്ല എന്റെ കുഞ്ഞിന്റെ പെണ്ണാകേണ്ടത്. അതിനിവിടെ അന്തസ്സും ആഭിജാത്തവും കുടുംബമഹിമയുള്ള പെണ്ണ് വേറെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവന് നിന്നോടുള്ള സ്നേഹമാണോ? അത് വെറും സഹതാപമാടി. നിന്റെ കള്ളക്കഥകൾ വിശ്വസിച്ച് എന്റെ കുഞ്ഞിന് നിന്നോട് തോന്നിയ വെറും സഹതാപം. ആ സഹതാപത്തിന്റെ പേരിൽ എന്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ നേരം വെളുക്കുമ്പോ നിന്നവിടെ കണ്ടുപോകരുത്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങി പൊയ്ക്കോണം, പറഞ്ഞേക്കാം. അവളുടെ മുടിക്കുത്തിന് കുത്തിപ്പിടിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ അവളെ പിന്നിലേക്ക് തള്ളി. ബാൽക്കണിയുടെ റെയിലിംഗിൽ തട്ടി അവൾ അവിടെ നിന്നു. അവളെ ഒന്നുകൂടി തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവർ പോയി. പിന്നാലെ അവളെ ഒന്ന് പുച്ഛത്തോടെ നോക്കി ചിരിച്ചുകൊണ്ട് നാൻസിയും പോയി. എൽസമ്മയുടെ വാക്കുകളുടെ ആഘാതത്തിൽ തറഞ്ഞു നിന്ന അമ്മു ഒരു പൊട്ടിക്കരച്ചിലൂടെ നിലത്തേക്കിരുന്നു. എന്നാൽ അവർ പറഞ്ഞതെല്ലാം കേട്ട് തകർന്ന മനസ്സോടെ ഒരാൾ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു.